Hello everyone, welcome to G-Board Class 8. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Board 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. നമുക്കിനി പഠിക്കാനുള്ളത് 10ാമത്തെ ചാപ്റ്റർ അല്ലേ, യൂറോപ്പ് ഓൺ ദി വേൾഡ് മാപ്പ്. ലോകഭൂപടത്തിൽ യൂറോപ്പ് എന്നുള്ള 10ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനൊക്കെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, ഈ ലൈവിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ലൈവിന് നോട്ട് കിട്ടാനെങ്കിൽ നിർബന്ധമായിട്ട് നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ മക്കളുടെ പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങൾ പറയണം, നിങ്ങളുടെ സ്കൂളിലൊക്കെ ഈ ചാപ്റ്റർ എടുത്തിട്ടുണ്ടോ, 10ാമത്തെ ചാപ്റ്റർ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കമന്റ് ചെയ്യുക. ഈ ചാപ്റ്റർ പഠിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക. സോഷ്യൽ സയൻസിൽ എത്ര ചാപ്റ്റർ പഠിച്ചു എന്നുള്ള കാര്യം കൂടി കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ആർ ദി 4 മെയിൻ ഡിവിഷൻ യൂസ് ടു ക്ലാസിഫൈ ദ ടോപ്പോഗ്രഫി ഓഫ് യൂറോപ്പ്. യൂറോപ്പിന്റെ ഭൂപ്രകൃതിയെ തരംതിരിക്കുന്ന ഉപയോഗിക്കുന്ന 4 പ്രധാന വിഭാഗങ്ങൾ ഏതെല്ലാം. അപ്പോൾ യൂറോപ്പിന്റെ ടോപ്പോഗ്രഫിയെ തരംതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സ് വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ, സെൻട്രൽ അപ്ലാൻസ് മധ്യ ഉന്നത തടങ്ങൾ, നോർത്ത് യൂറോപ്യൻ പ്ലെയിൻ ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ, ആൽപൈൻ മൗണ്ടൈൻ സിസ്റ്റം, ആൽപൈൻ പർവ്വതനിരകൾ. ഇതിങ്ങനെ 4 എന്ത് ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. ഈ 4 ഫീച്ചേഴ്സ് പഠിച്ചു വെക്കണം, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നോർത്ത് വെസ്റ്റേൺ ഐലാൻഡ്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്, നമ്മുടെ സ്കാൻഡിനേവിയൻ പ്ലേറ്റ്യൂ, സ്കാൻഡിനേവിയൻ പീഠഭൂമിയിൽ നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങളിലാണ്. ഇവിടെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, ഫിയോർഡ്സ് ഇട്ടോ, ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്, വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികളും ഫിയോർഡുകളൊക്കെ കാണുന്നത് എവിടെയാണ്, ഈ ഒരു ഭാഗത്താണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അടുത്തതാണ് ഇത് നോർത്ത് യൂറോപ്യൻ പ്ലെയിൻ അല്ലെങ്കിൽ ഉത്തര യൂറോപ്യൻ സമതലം. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. അപ്പൊ ഈ നോർത്ത് യൂറോപ്യൻ പ്ലെയിന്റെ പ്രത്യേകത എന്താടാ, ഇതിന് എന്തുകൂടി വിളിക്കുന്നുണ്ട്, ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ, മഹത്തായ യൂറോപ്യൻ സമതലം അല്ലെങ്കിൽ ഗ്രേറ്റ് യൂറോപ്യൻ സമതലം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ഉറാൽ മൗണ്ടൈൻസ് മുതൽ അറ്റ്ലാന്റിക് ഓഷൻ വരെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ, ചെറിയ ചെറിയ കുന്നുകൾ നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, ഇതിലൂടെയാണ് വോൾഗ, ഡോൺ, നെയ്പ്പർ പോലുള്ള നദികൾ എന്ത് ചെയ്യുന്നത്, ഒഴുകുന്നത്. ഇവിടെയാണ് എന്തുള്ളത്, ദ ലോങ്സ്റ്റ് റിവർ ഇൻ യൂറോപ്പ്. യൂറോപ്പിലേക്ക് നീളം കൂടി നദി വോൾഗ. ഇതൊക്കെ എന്തിന്റെ ഫീച്ചേഴ്സാ, നോർത്ത് യൂറോപ്യൻ പ്ലെയിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുക, സ്റ്റെപ്പീസ് കാണാൻ പറ്റും. പഠിച്ചു വെച്ചോട്ടോ. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും എന്ത് ചെയ്യാം, ഓരോ ടോപ്പോഗ്രഫിക്കൽ ഡിവിഷൻ, ഓരോ ഭൂമിശാസ്ത്ര സവിശേഷതയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, മധ്യ ഉന്നതതടം അല്ലെ, സെൻട്രൽ അപ്ലാൻസിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെൻട്രൽ അപ്ലാൻസ് അഥവാ മധ്യ ഉന്നതതടം എന്ന് പറഞ്ഞാൽ എന്താ, സൗത്ത് ഓഫ് നോർത്ത് യൂറോപ്യൻ പ്ലെയിൻ, ഉത്തര യൂറോപ്യൻ സമയത്ത് തെക്ക് ഭാഗത്തായിട്ടാണുള്ളത്. ഇവിടെ എന്തുണ്ട്, ഒരുപാട് ചെറിയ ചെറിയ കുന്നുകളും കാര്യങ്ങളും ഉണ്ട്. റൈൻ ആൻഡ് റോൺ ആണ് എന്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട നദികൾ. പിന്നെ ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കി വെക്കണം. അതായത് ഈ ഒരു സെൻട്രൽ അപ്ലാൻസ് അഥവാ മധ്യ ഉന്നതതടം ഓരോ രാജ്യങ്ങളിലും ഓരോരോ ലാൻഡ് ഫോംസ് അഥവാ ഓരോരോ ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഫ്രാൻസിൽ എന്ത്, ബെൽജിയത്തിൽ എന്ത്, ജർമ്മനിയിൽ എന്ത്, അതേപോലെ തന്നെ ചെക്ക് റിപ്പബ്ലിക്കിൽ എന്ത്, സ്പെയിനിൽ എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങൾ നോക്കി വെക്കട്ടോ. ഓക്കെ, യെസ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഉള്ളത് ആൽപൈൻ മൗണ്ടൈൻ സിസ്റ്റം ആണ്. ഇതിൽ കോക്കസസ്, കാർപ്പാത്തിയൻ ആൻഡ് ആൽപ്സ് ഇതെല്ലാം കൂടി ചേർന്നാണ് എന്ത്, ആൽപൈൻ മൗണ്ടൈൻ സിസ്റ്റം. ഇവിടെയാണ് യൂറോപ്പിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ മൗണ്ടൈൻ അഥവാ കൊടുമുടി ആയിട്ടുള്ള മൗണ്ട് എൽബ്രസ് ഉള്ളത്. അപ്പൊ ഈ ഓരോന്നിന്റെയും ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ദ ക്ലൈമറ്റിക് റീജിയൻ ഓഫ് യൂറോപ്പ്. യൂറോപ്പിന്റെ കാലാവസ്ഥാ മേഖല. ചിലപ്പോൾ 5 മാർക്കിന് എന്ത് ചെയ്തേക്കാം, ക്ലൈമറ്റിക് റീജിയൻ അഥവാ യൂറോപ്പിന്റെ കാലാവസ്ഥാ മേഖലയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഏതൊക്കെയുണ്ട്, ആർട്ടിക് ക്ലൈമറ്റ് ഉണ്ട്, ആർട്ടിക് കാലാവസ്ഥ, സബ് ആർട്ടിക് അഥവാ ഉപ ആർട്ടിക് കാലാവസ്ഥ, ഈസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ, വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ, മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് അഥവാ മെഡിറ്ററേനിയൻ കാലാവസ്ഥ. അപ്പൊ ഈ ആർട്ടിക്കിന്റെ പ്രത്യേകത എന്താണ്, ഷോർട്ട് ആൻഡ് കോൾഡ് സമ്മേഴ്സ് ആൻഡ് ലോങ് ആൻഡ് ഹാർഷ് വിന്റേഴ്സ് ആണ്. വേനൽക്കാലം വളരെ ചെറുതാണ്, ശൈത്യകാലം വളരെ വലുതാണ്. ടെമ്പറേച്ചർ ഒക്കെ എന്താ, -25 to -40 ആണ് എന്ത്, വിന്റർ സീസണിൽ കേട്ടോ. അതേപോലെ തന്നെ സബ് ആർട്ടിക് അതിന് നേരെ താഴെയാണുള്ളത്. ഈ സബ് ആർട്ടിക്കിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വേണം. ഈ 5 ക്ലൈമറ്റിക് റീജിയൻ ഉണ്ടല്ലോ, 5 കാലാവസ്ഥാ മേഖലയുടെയും സവിശേഷത പഠിക്കുക എന്നുള്ളത് എന്താടാ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. ചിലപ്പോൾ എക്സാമിന് എന്ത് ചെയ്യും, ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ യൂറോപ്യൻ, കിഴക്കൻ യൂറോപ്പും പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ തമ്മിലുള്ള കാലാവസ്ഥ കമ്പയർ ചെയ്യാൻ ചോദിച്ചേക്കാം. അപ്പൊ നിങ്ങൾ കാലാവസ്ഥ പഠിക്കുമ്പോൾ അതിന്റെ പ്രത്യേകതയുടെ കൂടെ തന്നെ അവിടെ കാണുന്ന മരങ്ങളും ജീവികളും. ഇപ്പൊ നമ്മൾ ഈസ്റ്റേൺ യൂറോപ്പിലാണ് എന്തൊക്കെ കാണുന്നത്, ആന്റലോപ്പ്, വോൾഫ്, ഹോഴ്സിലെ അതായത് കൃഷ്ണമൃഗം, ചെന്നായ, കുതിര പോലുള്ള ജീവികളെ കാണുന്നത് എവിടെയാണ്, ഈസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റിലാണ്. നമ്മൾ വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് അഥവാ പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥയിൽ പോകുമ്പോഴോ അവിടെ എന്തൊക്കെയാണുള്ളത്, മരങ്ങൾ ഏതൊക്കെയാ, എൽമ്, ഓക്ക്, ബിർച്ച്, ബീച്ചും, സ്ക്യുറല്, ഫോക്സ്, ഹെയർ, ഡിയർ അല്ലെ, അതായത് മുയല്, മാന്, ചെന്നായ, കുറുക്കൻ, അണ്ണാനും, ആശ, ബിർച്ച്, ഓക്ക്, എൽമ് പോലുള്ള മരങ്ങളുമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഓരോന്നിന്റെയും മരങ്ങളും അവിടെ കാണുന്ന ജീവികളെയും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. പിന്നെ ഈ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ എക്സാമിന് എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. ഈ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകത എന്താണ്, അതായത് മെഡിറ്ററേനിയൻ സീ, മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമാണ് ഇത് കാണാൻ പറ്റുക. ഇവിടെയാണ് എന്തുള്ളത്, ഹോട്ട് ഡ്രൈ സമ്മേഴ്സ് ആൻഡ് കോൾഡ് റെയിനി വിന്റേഴ്സ്. ശൈത്യകാലത്ത് മഴ പെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത് ഈ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ കേട്ടോ. പഠിച്ചു വെച്ചോ. ഇവിടെ കാണുന്ന മരങ്ങളും ചെടികളും മൃഗങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ നോക്കി വെക്കട്ടോ.
പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് നമ്മുടെ ടൈപ്സ് ഓഫ് ഫാമിംഗ്. യൂറോപ്പിൽ എന്തുണ്ട്? 3 തരത്തിലുള്ള കൃഷി രീതി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ടൈപ്സ് ഓഫ് ഫാമിംഗ് 3 തരത്തിലുള്ള കൃഷി രീതികളുണ്ട്. ഏതൊക്കെയാണ്? ഇന്റൻസീവ് ഫാമിംഗ്, തീവ്ര കൃഷിയുണ്ട്. എക്സ്റ്റൻസീവ് ഫാമിംഗ്, വ്യാപക കൃഷിയുണ്ട്. മിക്സഡ് ഫാമിംഗ് അഥവാ മിശ്ര കൃഷിയുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാണ് എന്ത്? യൂറോപ്പ്. അപ്പൊ യൂറോപ്പിന്റെ പെക്യുലാരിറ്റി എന്താണ്? ഇന്റൻസീവ് ഫാമിംഗ്, തീവ്ര കൃഷിയുണ്ട്. എക്സ്റ്റൻസീവ് ഫാമിംഗ്, വ്യാപക കൃഷിയുണ്ട്. മിക്സഡ് ഫാമിംഗ് അഥവാ മിശ്ര കൃഷിയുണ്ട്. മൂന്നും എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതായത് ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി, നല്ല രീതിയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തുള്ള ഫാമിംഗ് ആണ് ഇത് ഇന്റൻസീവ് ഫാമിംഗ് അഥവാ തീവ്ര കൃഷി. എക്സ്റ്റൻസീവ് ഫാമിംഗ് എന്താ? മെത്തേഡ് ദാറ്റ് ഈസ് കാരിഡ് ഔട്ട് ആൻഡ് കൊമേഴ്ഷ്യൽ ബേസിസ് ഓവർ വെരി ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡ്. അല്ലെ, അതിവിശാലമായ സ്ഥലങ്ങളിൽ, ഒരുപാട് സ്ഥലമുള്ള പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നതാണ് ഏത്? വിത്ത് ഹെൽപ്പ് ഓഫ് മെക്കനൈസേഷൻ, അല്ലെ, യന്ത്രങ്ങളുടെ സഹായത്തോട് കൂട്ടാണ് എന്ത്? എക്സ്റ്റൻസീവ് ഫാമിംഗ് ചെയ്യുക. മിക്സഡ് ഫാമിംഗ് എന്താ? കൃഷിയോടൊപ്പം മൃഗപരിപാലനം ചെയ്യുന്നതാണ് ഇത് മിക്സഡ് ഫാമിംഗ്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, ടോപ്പിക്സ്. ഇത് മാത്രം പഠിച്ചാൽ പോലെ ബാക്കി നമ്മൾ ലൈവ് ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം ഒന്ന്, യൂറോപ്പിന്റെ ടോപ്പോഗ്രഫി, യൂറോപ്പിന്റെ ഭൂപ്രകൃതി, അല്ലെ, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഒന്ന് ഏതാടാ? യൂറോപ്പിന്റെ ടോപ്പോഗ്രഫി അഥവാ യൂറോപ്പിന്റെ ഭൂപ്രകൃതി നോക്കി വെക്കണം. ഏതൊക്കെയാണ്? സെൻട്രൽ അപ്ലാൻസ്, മധ്യ ഉന്നത തടമുണ്ട്, അതേപോലെ ആൽപൈൻ മൗണ്ടൻ സിസ്റ്റം, അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ യൂറോപ്പിന്റെ ക്ലൈമറ്റ്, യൂറോപ്പിന്റെ കാലാവസ്ഥ, പിന്നെ ടൈപ്സ് ഓഫ് ഫാമിംഗ്, വിവിധ തരം കൃഷി രീതികളൊക്കെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ ലൈവിൽ എന്ത് ചെയ്യും? ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പറയും. ലൈവിന് നോട്ട് കിട്ടാൻ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ലൈവിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ എവിടെ ജോയിൻ ചെയ്ത് വെക്കുക? നമ്മുടെ വാട്സപ്പ് സ്റ്റഡി ഗ്രൂപ്പിൽ. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഫാമിംഗ് ചോദിക്കുമ്പോൾ, കൃഷിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഓരോ കൃഷിയും ഏതൊക്കെ മേഖലകളിലാണ് എന്നും അവിടെ കാണുന്ന ഇത് ക്രോപ്സ് അഥവാ വിളകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം കൂടി പഠിച്ചു വെക്കുക. അപ്പോൾ മക്കളെ, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഇത്, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.